നമസ്കാരം, സ്വാഗതം മിഡ് ഈസ്റ്റ് അവറിലേക്ക്. സിറിയയ്ക്ക് കുവൈത്ത് ദുരിതാശ്വാസ സഹായം തുടരുന്നു. കുവൈത്ത് ബൈ യുവർ സൈഡ് ക്യാമ്പയിന്റെ ഭാഗമായി കുവൈത്തിന്റെ ദുരിതാശ്വാസ വിമാനം വെള്ളിയാഴ്ച ഡമസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി 10 ടൺ ഭക്ഷ്യസഹായമാണ് അയച്ചത്. വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുമായും വ്യോമസേനയുമായും സഹകരിച്ച് കുവൈത്ത് സക്കാത്ത് ഹൗസാണ് സഹായങ്ങൾ അയച്ചത്. സക്കാത്ത് ഹൗസിന്റെ 6ാമത്തെ ദുരിതാശ്വാസ വിമാനമാണിത്. ദുബൈയിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അറബ് ഭാഷാ പഠനം നിർബന്ധമാക്കുന്നു. ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ സ്വകാര്യ സ്കൂളുകളിൽ നിർബന്ധ അറബിക് പഠനം ആരംഭിക്കുമെന്ന് ദുബൈയിലെ വിദ്യാഭ്യാസ അതോറിറ്റിയായ KHDA അറിയിച്ചു. ദുബൈയിലെ എല്ലാ സ്കൂളുകൾക്കും നഴ്സറികൾക്കും അറബി ഭാഷാ പഠനം നിർബന്ധമായിരിക്കുമെന്ന് KHDAയുടെ പുതിയ നയം വ്യക്തമാക്കുന്നു. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ 4 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അറബി ഭാഷാ പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ 6 വയസ്സുവരെയുള്ള മുഴുവൻ കുട്ടികളെയും ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് KHDA വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ജനനം മുതൽ 6 വയസ്സുവരെ നിർബന്ധ അറബി പഠനം എന്നതാണ് പുതിയ നയം. കളികളിലൂടെയും ലളിതമായ ക്ലാസുകളിലൂടെയും അറബി ഭാഷയിൽ പ്രാവീണ്യം നേടാൻ ചെറുപ്രായം മുതൽ കുട്ടികൾക്ക് അവസരമൊരുക്കുന്ന രീതിയിലാണ് പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് KHDA അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. ജനുവരിയിൽ ഉപഭോക്തൃ വില സൂചികയിൽ 2.5% വർധന രേഖപ്പെടുത്തി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഡിസംബർ 2023 അപേക്ഷിച്ച് 0.15% പ്രതിമാസ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങി പ്രധാന മേഖലകളിലെ വിലക്കയറ്റമാണ് വാർഷിക വർധനയ്ക്ക് കാരണം. ഭക്ഷണപാനീയ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തിയത്. 2023 ജനുവരി അപേക്ഷിച്ച് 5.19% വർധന രേഖപ്പെടുത്തി. സൗദി സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട ഫോട്ടോ മത്സരം സംഘടിപ്പിക്കുന്നു. സൗദി പരമ്പരാഗത രീതിയിൽ മികച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ ഫോട്ടോകൾക്കായിരിക്കും സമ്മാനം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഫോട്ടോകൾക്ക് 2000 റിയാൽ സമ്മാനമായി ലഭിക്കും. 50 മികച്ച വസ്ത്രങ്ങൾക്കായിരിക്കും സമ്മാനം ലഭിക്കുക. മത്സരത്തിൽ പ്രവാസികൾക്കും പങ്കെടുക്കാം. സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ടാണ് മത്സരം. സൗദി പരമ്പരാഗത രീതിയിൽ മികച്ച വസ്ത്രധാരണം ചെയ്താണ് ഫോട്ടോകൾ അയക്കേണ്ടത്. ഇവയിൽ നിന്ന് 50 മികച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ ഫോട്ടോകളായിരിക്കും തിരഞ്ഞെടുക്കുക. തെരഞ്ഞെടുത്ത ഓരോ ചിത്രത്തിനും ലഭിക്കുക 2000 റിയാലായിരിക്കും. ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത 50 ഫോട്ടോകൾക്ക് നൽകുക 1,00,000 റിയാലായിരിക്കും. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലായിരിക്കും മത്സരം. ഫെബ്രുവരി 22 മുതൽ 28 വരെ ഫോട്ടോകൾ മത്സരത്തിനായി അയക്കാം. സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ചിത്രങ്ങൾ അയക്കേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ടത് ഫൗണ്ടിംഗ് ഡേ എന്ന ഹാഷ്ടാഗോടെയാണ്. പരമ്പരാഗത സൗദി വസ്ത്രങ്ങൾ അണിഞ്ഞ ഫോട്ടോകളായിരിക്കും സ്വീകരിക്കുക. സ്വദേശികൾക്കും വിദേശികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. വിജയികളെ മാർച്ച് 12 മുതൽ 14 വരെ ഇമെയിൽ വഴി ബന്ധപ്പെടുമെന്നും മന്ത്രാലയം അറിയിച്ചു. പരമ്പരാഗത സൗദി വസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക ഫാഷൻ ഡിസൈനർമാരെയും കണ്ടന്റ് ക്രിയേറ്റർമാരെയും പിന്തുണക്കുക എന്നിവയുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെറുപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. റമദാനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ദുബായ് പിതാക്കന്മാരുടെ പേരിൽ ഫണ്ട് പ്രഖ്യാപിച്ചു. ഫാദേഴ്സ് ഫണ്ട് എന്ന പേരിൽ 100 കോടി ദിർഹം സമാഹരിക്കും. ജീവിച്ചിരിക്കുന്നവരും കടന്നുപോയവരുമായി ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ പേരിലായിരിക്കും റമദാനിൽ ജീവകാരുണ്യ പദ്ധതികൾ നടപ്പാക്കുകയെന്ന് UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. റാഷിദ് ബിൻ സയ്യിദ് മുഅല്ലിമുൽ അവ്വൽ അബി ഹൃദയസ്പർശിയായ വീഡിയോ പങ്കുവച്ചാണ് UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫാദേഴ്സ് ഫണ്ട് പ്രഖ്യാപിച്ചത്. പിതാവ് ആദ്യ മാതൃകയും ആദ്യ കൈത്താങ്ങും ആദ്യ അധ്യാപകനും ജീവിതത്തിൽ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉറവിടവുമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പാവപ്പെട്ടവർക്കും ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ചെലവ് താങ്ങാനാവാത്തവർക്കും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കാൻ ഫാദേഴ്സ് ഫണ്ട് വിനിയോഗിക്കും. അനുഗ്രഹീത മാസത്തിൽ നമ്മുടെ പിതാക്കളുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അവരെ പിന്തുണയ്ക്കാമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ആഹ്വാനം ചെയ്തു. UAEയെയും അതിൻ്റെ സ്ഥാപകരെയും എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി റമദാനിൽ മദേഴ്സ് ഫണ്ടും പ്രഖ്യാപിച്ചിരുന്നു.
മീഡിയ വൺ, ദുബായ്. കുവൈറ്റിൽ 300-ലധികം എക്സോസ്റ്റ് ഉപകരണങ്ങളുമായി 4 പ്രവാസികൾ പിടിയിൽ. ഷുവൈക്ക് ഇൻഡസ്ട്രിയലിലെ ഗ്യാരേജുകളിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷുവൈക്ക് ഇൻഡസ്ട്രിയലിലെ ഗ്യാരേജുകളിൽ സൂക്ഷിച്ചിരുന്ന 350ഓളം എക്സോസ്റ്റ് ഉപകരണങ്ങളുമായി പ്രവാസികളെ പിടികൂടിയത്. പരിശീലനത്തിനിടെ അപകടത്തിൽ മരണപ്പെട്ട 2 സൈനികർക്ക് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. മേജർ സർജൻ അഹമ്മദ് ഫർഹാൻ ഹരത്ത്, സർജൻ മുസാദ് ദാഹി സാലിഹ് എന്നിവരാണ് വെടിവെപ്പ് പരിശീലനത്തിനിടെ മരണപ്പെട്ടത്. സംഭവത്തിൽ കുവൈത്ത് അമീർ, കിരീടാവകാശി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ 2 സൈനികർക്കും പരിക്കേറ്റിരുന്നു. ഇവർ ജഹ്ർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് വെറ്ററൻസ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ കുവൈത്തിൽ തുടക്കം. 8 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിന് സുലൈബിക്കാത്ത് ജാബിർ അൽ മുബാറക് സ്റ്റേഡിയമാണ് വേദി. വാർത്താവിനിമയ സാംസ്കാരിക മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുത്തൈരിയുടെ രക്ഷാകർതൃത്വത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഉദ്ഘാടന ദിവസം ആദ്യ മത്സരത്തിൽ ഇറാഖും യമനും, തുടർന്ന് സൗദി അറേബ്യയും ബഹ്റൈനും നേരിടും. മുൻ രാജ്യാന്തര താരങ്ങളുടെ സാന്നിധ്യം ചാമ്പ്യൻഷിപ്പിന് ശ്രദ്ധേയമാക്കും. ഓരോ ഗ്രൂപ്പിലെയും 1ഉം 2ഉം സ്ഥാനക്കാർ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ഈ മാസം 26-നാണ് ഫൈനൽ. മക്കയിൽ എംബസി സ്കൂൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ മുൻകൈയെടുക്കുമെന്ന് ഷാഫി പറമ്പിൽ MP. മക്കയിൽ UDF സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി. പരിപാടിയുടെ ഉദ്ഘാടനം മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KMCC, OICC തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു UDF സ്നേഹസംഗമം. പരിപാടിയുടെ ഉദ്ഘാടനം മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഹജ്ജ് വളണ്ടിയർമാരുടെ സേവനം ശക്തിപ്പെടുത്തുന്നതിന് കോൺസുലേറ്റ് ഇടപെടൽ ഉണ്ടാവണമെന്ന് കോൺസൽ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായി ഷാഫി പറമ്പിൽ MP പറഞ്ഞു. മക്കയിൽ എംബസി സ്കൂൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കും. സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരം MLA KM അഷ്റഫ് സംഗമത്തിൽ അതിഥിയായിരുന്നു. OICC പ്രസിഡന്റ് നൌഷാദ് പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. മുജീബ് പൂക്കോട്ടൂർ, മുസ്തഫ മലയിൽ, സലീം കണ്ണനാങ്കുഴി എന്നിവർ നേതൃത്വം നൽകി. സാബിത് സലീം, മീഡിയ വൺ, മക്ക. കേരള മാപ്പിളക്കല അക്കാദമിയുടെ മസ്കറ്റ് ചാപ്റ്റർ നിലവിൽ വന്നു. അൽബാൻ ഫാം ഹൗസിൽ നടന്ന പ്രഥമ യോഗം അക്കാദമി ആക്ടിംഗ് പ്രസിഡന്റ് AK മുസ്തഫ തിരൂരങ്ങാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി ഫൈസൽ വാണിമേലിനെയും സെക്രട്ടറിയായി നാസർ കണ്ടയിലിനെയും തെരഞ്ഞെടുത്തു. കുഞ്ഞിപ്പള്ളി ഓർഗനൈസിംഗ് സെക്രട്ടറിയും സിദ്ദീഖ് AP കുഴിങ്ങര ട്രഷററുമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വ്യാപാര രംഗത്തെ പ്രമുഖരായ സ്മാർട്ട് ബെസ്റ്റിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദമാമിൽ പ്രവർത്തനം തുടങ്ങി. സ്മാർട്ട് വാച്ചുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയുടെ വമ്പിച്ച ശേഖരവുമായാണ് ഷോറൂമിന്റെ പ്രവർത്തനം. സ്മാർട്ട് വാച്ചുകൾ, ഇലക്ട്രോണിക്സ്, കോസ്മെറ്റിക്സ്, റെഡിമെയ്ഡുകളുടെ മൊത്ത ചില്ലറ വ്യാപാര രംഗത്തെ പ്രമുഖരായ സ്മാർട്ട് ബെസ്റ്റ് ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു. ദമാം സീക്കോക്ക് സമീപം കിങ് സൗദ് ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സ്മാർട്ട് ബെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഫൈസൽ അൽ രാജിഹി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രൂപ്പ് CEO അബ്ദുൾ മുനീർ, സെയിൽസ് ഡയറക്ടർ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. സ്മാർട്ട് ബെസ്റ്റിന്റെ 5ാമത്തെ ബ്രാഞ്ചസ് ആണ് ദമാമിൽ ഓപ്പൺ ചെയ്തത്. ഓൾറെഡി ഞങ്ങൾക്ക് 4 ബ്രാഞ്ചസ് റിയാദിലുണ്ട്. പിന്നെ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ഓൺലൈനിലെ ആപ്ലിക്കേഷൻ സ്മാർട്ട് ബെസ്റ്റിന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഓവർ സൗദി അറേബ്യ ഡെലിവറി ഉണ്ട്. ഹോൾസെയിലാണ് മെയിൻ ഞങ്ങൾ ചെയ്യുന്നത്. വമ്പിച്ച വിലക്കുറവും വ്യത്യസ്ത മോഡലുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങളും ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. ഒപ്പം കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. We are aiming to provide our customer the best price and the best product in Saudi Arabia, and also we provide our products in the website and application called Smart Best application. നമ്മളിപ്പോൾ റെഡിമെയ്ഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഹോൾസെയിലും റീറ്റെയിലും. മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാ കമ്പനി ഐറ്റംസും ബെസ്റ്റ് പ്രൈസ് നല്ല ഓഫറിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചും സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ വൺ, ദമ്മാം.
ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെ 1ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. ഗോബ്രയിലെ അൽമഹ ഇന്റർനാഷണൽ ഹോട്ടലിലെ ബ്ലാങ്കറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഫൈസൽ പോഞ്ഞശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനു സുശീൽ വിശിഷ്ടാതിഥിയായി. മാധ്യമപ്രവർത്തകൻ ഫൈസൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. ഷറഫുദ്ദീൻ അനീഷ്, ഷിബു കരീം, ബാബു മുഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോകത്തെ ഏറ്റവും വലിയ ഫുഡ് എക്സ്പോയായ ഗൾഫ് ഫുഡിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണ ശ്രേണികൾ അവതരിപ്പിച്ച് ഭക്ഷ്യ ബ്രാൻഡായ ടേസ്റ്റി ഫുഡ്. വിദേശികളിലടക്കം വലിയ സ്വീകാര്യതയാണ് ടേസ്റ്റി ഫുഡിന്റെ സ്റ്റാളിന് ലഭിക്കുന്നത്. മുത്തശ്ശിക്കൂട്ടുകളുടെ കഥ പറയുന്ന അച്ചാറുകൾ, കേരളീയ രുചിയുടെ തനിമ നിറഞ്ഞ ജിഞ്ചർ കോഫി, ഇതിനു പുറമെ തിരക്കേറിയ ജീവിതത്തിന്റെ പൾസ് അറിഞ്ഞ് അവതരിപ്പിച്ച ഇൻസ്റ്റന്റ് റവ ഉപ്പുമാവ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ഗൾഫ് ഫുഡിൽ രുചിപ്പെരുമ കൊണ്ട് ശ്രദ്ധേയമായി മാറി ടേസ്റ്റി ഫുഡിന്റെ സ്റ്റാള്. ഇന്ത്യയിൽ നിന്ന് സംഭരിക്കുന്ന സിതാർ പോലുള്ള വിവിധതരം തേനുകളും കമ്പനി മേളയിൽ അവതരിപ്പിച്ചു. കേരളത്തിന്റെ രുചി പാരമ്പര്യം നഷ്ടപ്പെടാതെയും ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുമാണ് ടേസ്റ്റി ഫുഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ മജീദ് പുല്ലഞ്ചേരി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഗൾഫ് ഫുഡിനായിരുന്നു നമുക്ക് നല്ല യൂറോപ്യൻ കൺട്രീസിലും ആഫ്രിക്കയിലൊക്കെ നമുക്ക് ടീമിനെ കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല എൻക്വയറി ഉണ്ട്. മാലാണ് നിലവിലുള്ള കൺട്രീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷത്തോടു കൂടി നമ്മുടെ സാന്നിധ്യങ്ങളാക്കി. മസാലക്കൂട്ടുകൾക്കും മസാലപ്പൊടികൾക്കും പുറമെ മില്ലറ്റുകൾ, വിവിധതരം ധാന്യക്കൂട്ടുകൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തുടങ്ങി വിവിധതരം ഉൽപ്പന്നങ്ങളും സ്റ്റാളിൽ അവതരിപ്പിച്ചു. വിദേശികൾക്ക് കൂടി കേരളീയ വിഭവങ്ങൾ പരിചയപ്പെടുത്താൻ ഗൾഫ് ഫുഡ് സഹായകമാകുന്നുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഹാജി കുവൈത്തിൽ പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ ചരിത്രം പശ്ചാത്തലമാക്കിയാണ് പുസ്തകം. ദജീജ് മെട്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കുവൈത്ത് KMCC സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ, സിജി ഡയറക്ടർ PA ഹുസൈന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു. സിജി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അനസ് ബിച്ചു മുഖ്യാതിഥിയായി. കുവൈത്ത് KMCC സംസ്ഥാന ഭാരവാഹികൾ സന്നിഹിതരായി. കുവൈത്ത് KMCC വനിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിമൻസ് മീറ്റ് വിത്ത് സിജി ഡെലിഗേറ്റ്സ് എന്ന പേരിൽ ദജീജ് മെട്രോ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റൌഫ് മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സിജി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ അനസ് ബിച്ചു, PA ഹുസൈൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മുസ്തഫ കാരി, ഹാരിസ് പള്ളിയോത്ത്, ഫർഹ, ഷാഹുൽ ബേപ്പൂർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. DPS സ്കൂൾ പ്രിൻസിപ്പൽ രവി അയനോളി കിക്ക് ഓഫ് നിർവഹിച്ചു. 6 ടീമുകൾ മത്സരിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഫർവാനിയ ഏരിയ ടീം ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ജഖ്ര ഏരിയ പരാജയപ്പെടുത്തിയാണ് ഫർവാനിയ കിരീടം നേടിയത്. അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത്, ഷാജി KV, ഹനീഫ് എന്നിവർ സംസാരിച്ചു. സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ കുവൈത്ത് പേൾ ഫിയസ്റ്റ 2025 സംഘടിപ്പിച്ചു. പേൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സബഹിയ ടെന്റിൽ നടന്ന പൊതുയോഗത്തിൽ ഡെന്നി കാഞ്ഞുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫിലിപ്പ് കവയിൽ, രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫാദർ സോജൻ പോൾ, ഫാദർ അനൂപ്, ഫാദർ ജോയ് മാത്യു, ഫാദർ ജെയ്സൺ അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ദുബായിൽ മണിക്കൂറിൽ 300 കിലോമീറ്ററിലേറെ വേഗതയിൽ ബൈക്ക് ഓടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. വാഹനം വിട്ടുകിട്ടാൻ 50,000 ദിർഹം പിഴയടക്കണം. അമിത വേഗതയിൽ ബൈക്ക് ഓടിക്കുന്ന യുവാവിന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സൗദിയിലെ അക്ഷരം വായനാ വേദി ജിദ്ദയിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. തണലാണ് കുടുംബം എന്ന പേരിൽ തനിമ ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു സംഗമം. പുസ്തക ചർച്ചയും പരിപാടിയിലും നടന്നു. ഗൃഹാതുരത്വം തേടുന്ന എൻ്റെ അവധിക്കാലം എന്ന വിഷയത്തിൽ വായനാവേദി മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഇതിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. അബ്ദുള്ള പെരിങ്ങാടി, സാദിഖ് അലി തുവൂർ, മുസാഫിർ, സലാഹ് കാരാടൻ എന്നിവർ സംസാരിച്ചു. സൗദി അറേബ്യയിലെ പ്രമുഖ കാർഗോ ഗ്രൂപ്പായ BM കാർഗോ ഇനി ത്വായിഫിലും. സൗദിയിലുടനീളം സജീവമായ ഗ്രൂപ്പിന്റെ 54ാമത്തെ ബ്രാഞ്ചാണ് ത്വായിഫിലെ സൂഖ് ബലദിൽ തുടങ്ങുന്നത്. സൗദിയുടെ ഓരോ കോണിലേക്കും എത്തുകയാണ് BM കാർഗോ. ഇതിന്റെ ഭാഗമായാണ് ത്വായിഫിലെത്തുന്നത്. സൂഖ് ബലദിലാണ് പുതിയ ബ്രാഞ്ച്. ഗ്രൂപ്പ് MD ബന്ദർ അബ്ദുള്ള അൽ ഷഹരിയും മുഹമ്മദ് ഫൈസ് ഷാജി എന്നിവരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഓഫറുകളും പ്രഖ്യാപിച്ചു. റമദാനും പെരുന്നാളും അടുത്ത സാഹചര്യത്തിൽ കൂടിയാണിത്.
ഇന്ത്യയിലേക്ക് 1 കിലോ എയർ കാർഗോയ്ക്ക് 11 റിയാൽ 95 ഹലാലയാണ് നിരക്ക്. സീ കാർഗോ 5 റിയാൽ 95 ഹലാലയ്ക്കും ലഭിക്കും. ബ്രാഞ്ച് മാനേജർമാരായ ഹാരിസ് ചേറൂർ, റഷീദ് കൂടത്തായി, സുഫെയ്ദ് കണ്ണൂർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. UAE-യിൽ നിന്ന് ബിസിനസ് വിസയിൽ റിയാദിലെത്തിയ പാലക്കാട് സ്വദേശി മരിച്ചു. മാങ്കുറിശി മാവുണ്ടിത്തറ വീട്ടിൽ കബീറാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം റിയാദിൽ ഖബറടക്കും. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലുലു വാക്കത്തോൺ സംഘടിപ്പിച്ചു. ദമാം അൽക്കോബാർ ന്യൂ കോർണിഷിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദി ഫൗണ്ടിംഗ് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വാക്കത്തോൺ. അൽക്കോബാറിലെ ന്യൂ കോർണിഷിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് നിരവധി ആളുകളാണ്. കായിക മന്ത്രാലയത്തിന്റെയും അൽക്കോബാർ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. കായിക മന്ത്രാലയ പ്രതിനിധി താരിഖ് അൽ ഖഥാനി വാക്കത്തോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത അറബിക് നൃത്തമായ അർദ, സീഷോ, സ്വേപ്പുൾ ഡാൻസ് എന്നിവ വാക്കത്തോണിന് നിറമേകി. സൗദി റെഡ് ക്രസന്റ് അതോറിറ്റി, RPM എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയത്. ഫുട്ബോൾ ക്ലബ്ബായ അൽ ഖദ്സിയയും പരിപാടിയുടെ ഭാഗമായി. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൗജന്യ കിറ്റും സമ്മാനിച്ചു. വിവിധ മത്സരങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്തവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി. ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ കുബുഷെയ്ത്ത്, സെയ്ദ് അൽ സുബൈ, മൊയ്സ് നൂറുദ്ദീൻ, ഹാത്തിം മുസ്തൻസീർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 ദമാം. സൗദിയിലെ കായംകുളം പ്രവാസി അസോസിയേഷന്റെ പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചു. റിയാദിലെ മലാസിൽ സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗത്തിലായിരുന്നു പ്രഖ്യാപനം. ഷൈജു നമ്പലശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബഷീർ കോയിക്കലത്ത് ഉദ്ഘാടനം ചെയ്തു. മുജീബ് കായംകുളം, ഷിബു, ഉസ്മാൻ ഇസാഖ് തുടങ്ങിയവർ ആണ് നേതൃനിരയിലുള്ളത്. വയനാട് മുസ്ലിം ഓർഫനേജ് സ്ഥാപകൻ MA മുഹമ്മദ് ജമാലിന്റെ പേരിലുള്ള ആദ്യ വിദ്യാഭ്യാസ അവാർഡ് UAE-യിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ PA സൽമാൻ ഇബ്രാഹിമിന് സമ്മാനിക്കും. ദുബായിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ET മുഹമ്മദ് ബഷീർ MP ആണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അനുസ്മരണ പരിപാടിയിൽ KP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ആത്മദാസ് യാമി, മുനീർ ഹുദവി തുടങ്ങിയവർ സംസാരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പരപ്പനങ്ങാടി സ്വദേശി സൗദിയിലെ ജിദ്ദയിൽ മരിച്ചു. അഞ്ചപ്പുര സ്വദേശി നാറ്റിങ്ങൽ മുസ്തഫയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ജിദ്ദയിലെ താമസ സ്ഥലത്ത് വെച്ചായിരുന്നു മരണം. മൃതദേഹം ജിദ്ദ ഈസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുവൈത്തിലെ ആരോഗ്യ ശൃംഖലയായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സാൽമിയ സൂപ്പർ മെട്രോ മെഡിക്കൽ സെന്ററിൽ മാമോഗ്രാം സ്ക്രീനിംഗ് തുടങ്ങി. രാജ്യത്ത് ആദ്യമായാണ് സ്വകാര്യ ആരോഗ്യ മേഖലയിൽ 3D മാമോഗ്രാം പരിശോധന സംവിധാനം ഒരുക്കുന്നത്. പുതിയ സേവനം ആരംഭിച്ചതോടെ 3.5 സെക്കൻഡിനുള്ളിൽ ഇമേജ് പൂർത്തിയാക്കാൻ കഴിയും. സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ മാമോഗ്രാം പരിശോധന ലഭ്യമാക്കി. നേരത്തെയുള്ള ക്യാൻസർ നിർണയം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് സേവനത്തിനുള്ള ലക്ഷ്യം വെക്കുന്നതെന്ന് ഗ്രൂപ്പ് ചെയർമാനും CEOയുമായ മുസ്തഫ ഹംസ പറഞ്ഞു. ഗൈനക്കോളജി, ബ്രസ്റ്റ് അൾട്രാസൗണ്ട്, മാമോഗ്രാം തുടങ്ങി 3 സേവനങ്ങൾക്കുമായി 50 ദിനാറിന്റെ പാക്കേജ് ലഭ്യമാണ്. 10ാം വാർഷികത്തിന്റെ ഭാഗമായി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഫാർമസികളിലും പ്രത്യേക ഓഫറുകൾ ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ മിഡ് ഈസ്റ്റ് അവർ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.